മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 38 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഫരിസേയര് ഈശോയുടെ അരികിലേക്ക് വന്ന് നിന്നിൽ നിന്ന് ഒരു അടയാളം കാണാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. ഉടനെ തന്നെ ഈശോ അവരോട് പറയുകയാണ്, ദുഷിച്ചതും വഴിപിഴച്ചതുമായ തലമുറയെ, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടില്ല. യോനാ തിമിംഗലത്തിന്റെ ഉദരത്തിൽ 3 ദിവസം കിടന്നു, മനുഷ്യപുത്രനും 3 ദിവസം ഭൂമിക്കടിയിൽ കിടന്നു. പ്രിയപ്പെട്ടവരെ, വലിയൊരു അടയാളം ഈശോനാഥൻ നൽകുകയാണ്. യോന 3 ദിവസം തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 ദിവസം കിടക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരടയാളം പ്രവർത്തിക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. ഏറ്റവും വലിയ അടയാളം ഈശോ നമുക്ക് വേണ്ടി ഭൂമിക്കടിയിൽ 3 ദിവസം കിടന്നു എന്നുള്ളതാണ്. അവൻ ഭൂമിക്കടിയിൽ 3 ദിവസം കിടന്നത് മുറിവുകളേറ്റ എനിക്കും നിങ്ങൾക്കും വേണ്ടി, എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോനാഥൻ മുറിവേറ്റ് മരിച്ച് ഭൂമിയിൽ അടക്കം ചെയ്യപ്പെടുകയാണ്. ആ മുറിവുകൾ എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മുറിവുകളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനേക്കാൾ വലിയൊരു അടയാളം നമുക്കില്ല. ഈശോയാണ് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനെന്നും ഈശോയാണ് നമ്മുടെ ജീവിതത്തിന്റെ നാഥനെന്നും നമ്മൾ ഓരോരുത്തരും അറിയാണ്. ഇനി ഇതിനേക്കാൾ വലിയ ഒരു അടയാളവും നമുക്ക് നൽകപ്പെടാനില്ല. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ അടയാളമാണ് അവന്റെ ശരീരത്തിൽ അവൻ ഏറ്റിട്ടുള്ള മുറിവുകൾ. ആ മുറിവുകളാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ രക്ഷ നേടിത്തന്നത്. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ, വിശുദ്ധ കുരിശിലേക്ക് നോക്കുമ്പോൾ ആ മുറിവുകളെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ആ മുറിവുകളിലേക്ക് നോക്കി ഈ മുറിവുകളാണ് എനിക്ക് രക്ഷ നേടി തന്നത് എന്നുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും നേടണം. നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് എന്നതിന്റെ അടയാളങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അടയാളം നടക്കണം, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അടയാളമാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണേണ്ടത് അവന്റെ മുറിവുകള്. വലിയ അടയാളമാണ് കുരിശിൽ നമ്മൾ കാണേണ്ടത്, അതവന്റെ മുറിവുകളാണ്. ഇനി ഇതിനേക്കാൾ വലിയ അടയാളങ്ങളൊന്നും നമുക്ക് നൽകപ്പെടാനായിട്ടില്ല. ഈശോയാണ് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകൻ. ഈശോയാണ് നമുക്ക് രക്ഷ നൽകുന്നത്. അവനല്ലാതെ മറ്റൊരു രക്ഷകൻ നമുക്കില്ല. കാരണം അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി മുറിവുകളേറ്റവനാ. മുറിവുകളേറ്റവന് മാത്രമേ രക്ഷകനായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ അരികിലായിരിക്കുന്നവരെ രക്ഷകരായി തീരുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാ. അത് മുറിവുകളിലൂടെ മാത്രമേ രക്ഷകരായി തീരുകയുള്ളൂ. ജീവിതത്തിൽ മുറിപ്പാടുകളേറ്റതിന്റെ അടയാളങ്ങൾ നമുക്കുണ്ടോ പരിശോധിച്ചു നോക്കാം. ഈശോയുടെ മുറിവുകളിലേക്ക് നമ്മളെ ചേർത്ത് വെക്കാം. ആ മുറിവുകളാണ് രക്ഷ നേടിത്തന്നത് എന്നുള്ള ബോധ്യത്തിൽ രക്ഷ ലഭിക്കേണ്ട മേഖലകളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇവരോരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ. കർത്താവെ, അവിടുത്തെ മുറിവുകളിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വഴികളിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ കൽപ്പിക്കുന്നു, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മക്കളിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.